ഇപ്പോൾ കഴിവ് കണ്ടിട്ടാണ് കെ എം എബ്രഹാമിനെ നിയമിച്ചത്. കാരണം കെ എം എബ്രഹാമിൻ്റെ കഴിവ് എല്ലാ കാലത്തെ സർക്കാരുകളും കണ്ടിട്ടുള്ളതാണ്. എല്ലാവർക്കും സ്വീകാര്യനായ ഒരു ഉദ്യോഗസ്ഥനുമായിരുന്നു. അദ്ദേഹം മിടുക്കനായ ഉദ്യോഗസ്ഥനാണ്. അക്കാഡമിക് യോഗ്യതയുണ്ട്. ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റാണ്. ലൈസൻസ്ഡ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ അനലിസ്റ്റ് സർട്ടിഫിക്കേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സർക്കാരിൻ്റെ സാമ്പത്തിക മേഖലകളിൽ ഉയർന്ന പദവികൾ ലഭിക്കാൻ പല ഘട്ടങ്ങളിൽ അത് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം കിഫ്ബിയുടെ CEO ആകുന്നു. 2007 ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്നു. ആ വിരമിക്കുന്നതിന് മുമ്പ് തന്നെ കിഫ്ബിയുടെ CEO ആയിട്ടുള്ള ഒപ്പ് ഇടുന്നു. അതോടൊപ്പം തന്നെ വർഷാവസാനം 10% ശമ്പള വർധന എന്ന നിബന്ധന അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. അത് പ്രകാരം തന്നെ സർവീസ് ഒരു അസാധാരണ ഉത്തരവ് സർക്കാർ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കിഫ്ബി CEO എന്ന നിലയിലുള്ള ശമ്പളവും ചീഫ് സെക്രട്ടറി പെൻഷനും ഒരുമിച്ച് അദ്ദേഹം വാങ്ങുന്നു. രണ്ടാം പിണറായി സർക്കാരാകുമ്പോഴേക്കും ക്യാബിനറ്റ് പദവിയോടെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമാകുന്നു. അപ്പോൾ അത്രത്തോളം യോഗ്യനായ ഉദ്യോഗസ്ഥൻ. അദ്ദേഹം വിരമിക്കാനേ പാടില്ല. ആ വിരമിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ സേവനം വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ തക്ക പാകത്തിൽ അദ്ദേഹം അത്രയും കഴിവുറ്റ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെതിരെയാണ് ഈ ആരോപണം വരുന്നത്. അതിൽ ഗൂഢാലോചനയുണ്ടെന്ന് കെ എം എബ്രഹാം പറയുന്നു. സർക്കാരും അങ്ങനെ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് അറിയാമല്ലോ, അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട്. ഇല്ലാത്ത വകുപ്പിൽ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് തോമസ് ഐസക്കിന് നിയമനം നൽകി. തോമസ് ഐസക്കിന് നിയമനം മാത്രമല്ല, ഒരു നിയമനത്തിനും അദ്ദേഹത്തിന് അധികാരമില്ല എന്നാണ് അമിക്കസ് ക്യൂറിയുടെ കണ്ടെത്തൽ. എങ്ങനെ പ്രതികരിക്കുന്നു? സ്മൃതി, നമ്മളിതില് വിഷയമായിട്ട് എടുത്തിരിക്കുന്നത് കെ എം എബ്രഹാമാണ്. കെ എം എബ്രഹാം എന്ന വ്യക്തിയിലേക്ക് ഒതുങ്ങുന്നതാണോ ഈ വിഷയം? അതായത് ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് LDFന്റെ പ്രകടന പത്രിക പുറത്തിറക്കുന്ന സമയത്ത് അവർ പത്രങ്ങളിൽ നൽകിയ പരസ്യത്തിലെ ഒരു ദിവസത്തെ പരസ്യത്തിന്റെ പേര് അഴിമതിക്കെതിരെ ഒരു വോട്ടെന്നായിരുന്നു. അഴിമതിക്കെതിരെ ഒരു വോട്ട്. അവർ ജയിച്ചു. 2016 അധികാരത്തിൽ വന്നു. 2021 തെരഞ്ഞെടുപ്പില് ഇതുപോലെ പത്രങ്ങളിൽ പരസ്യം കൊടുത്തു. അതില് അവർ ഒരു പരസ്യം ഒഴിവാക്കി. ആ ഒഴിവാക്കിയ പരസ്യം അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്നതായിരുന്നു. എന്തുകൊണ്ടാണ് അഴിമതിക്കെതിരെ ഒരു വോട്ട് ഞങ്ങൾക്ക് തരണം എന്ന് LDF നേതൃത്വം 2021 പറയാതിരുന്നത്? അതിന്റെ അർത്ഥം അവരെ സംബന്ധിച്ചിടത്തോളം അഴിമതി എന്നുള്ളത് അവർക്ക് ചേർന്ന് പോകുന്ന ഒന്നാണ് എന്ന് തോന്നിയത് കൊണ്ടായിരിക്കും. കാരണം ഒന്നാം പിണറായി ഗവൺമെന്റ് കാലത്ത് സ്പ്രിംഗ്ലർ വിഷയങ്ങളൊക്കെ അറിയാൻ ചർച്ച കൂടുതൽ നീട്ടുന്നില്ല. ഇവിടെ കെ എം എബ്രഹാമിനെ കുറിച്ച് CBI അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടത് ആരാണ്? കോടതിയാണ്. സാധാരണഗതിയിൽ കോടതിയിലെ CBI അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ആരെങ്കിലും ഹർജി കൊടുത്താൽ ഭൂരിഭാഗം ഹർജിയും കോടതി അങ്ങനെ പരിഗണിക്കാറില്ല. അപ്പൊ കോടതി ഇത് പരിഗണിച്ചത് എന്തുകൊണ്ടായിരിക്കും? കേസിന്റെ ഗൗരവം കൊണ്ട്. കേസിന്റെ ഗൗരവം ഉള്ള സമയത്ത് ഗവൺമെന്റാണ് മറുപടി പറയേണ്ടത്. ആദ്യം മുഖ്യമന്ത്രിയാണ് ആദ്യം ഇതിന് മറുപടി പറയേണ്ടത്. കാരണം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉന്നതനായ ഉദ്യോഗസ്ഥനെതിരെ കോടതി CBI അന്വേഷിക്കാൻ ഉത്തരവിട്ടത് എന്തിനാണ് എന്ന ഒരു ചോദ്യത്തിന് മുഖ്യമന്ത്രിയാണ് ഉത്തരം പറയേണ്ടത്. കാരണം മുഖ്യമന്ത്രിയുടെ താല്പര്യപ്രകാരം അല്ലെങ്കിൽ തോമസ് ഐസക്കിന്റെ താല്പര്യപ്രകാരം CPMന്റെ ഒരു നയത്തിന്റെ ഭാഗമായിട്ടാണോ വിരമിച്ച ഉദ്യോഗസ്ഥരെ പ്രധാന പദവികളിൽ നിയമിച്ചത്? പിൻവാതിൽ നിയമനം എന്ന് നമ്മൾ പറഞ്ഞ് പരിഹസിക്കാറുണ്ട്. ചില ഉന്നത നിയമനങ്ങളും ആ ഗണത്തിൽ വരും. ഇപ്പോ മിക്കവാറും എല്ലാ IAS IPS ഉദ്യോഗസ്ഥരും പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് വീണ്ടും നിയമനം നേടിയിട്ടുണ്ട്. മിക്കവാറും എല്ലാവരും നേടിയിട്ടുണ്ട്. IPSകാർ നേടിയിട്ടുണ്ട്. ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് രമൺ ശ്രീവാസ്തവയെ പോലീസിന്റെ ഉപദേശകനായിട്ട് വെച്ചിരുന്നു. രണ്ടാം പിണറായി സർക്കാരിന് ഇല്ല. അപ്പൊ അങ്ങനെ ഇന്നേ വരെ കേരളത്തിൽ കേട്ടിട്ടില്ല അങ്ങനെ ഒരു ഉപദേശക സ്ഥാനം. അപ്പൊ ഇവർക്ക് ഗവൺമെന്റിന് ചില സ്ഥാനത്ത് നിയമിക്കണമെന്ന് താല്പര്യമുണ്ട്. നിയമിച്ചോട്ടെ, വിരോധമില്ല. നേരത്തെ റെജി ലൂക്കോസ് പറഞ്ഞ അങ്ങനെ നിയമിക്കാറുണ്ടെന്നാണ്. അങ്ങനെ നിയമിക്കാറുണ്ടോ എന്നുള്ളത് ചരിത്രം പരിശോധിക്കണം. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് എത്ര പേരെ നിയമിച്ചു എന്നുകൂടി നോക്കണം. പിണറായി ഗവൺമെന്റ് കാലത്തെ മുഖ്യമന്ത്രിയുടെ പത്രോപദേശക സമിതിയിൽ എത്ര പേരുണ്ട്? ഒരു പ്രസ് സെക്രട്ടറി മാത്രം ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ എത്ര പത്ര ഉപദേശകന്മാരുണ്ട്? എന്തിനാണ് ഇവരെയൊക്കെ നിയമിച്ചത്? ആരൊക്കെയാണ് അവര്? ഇതൊക്കെ അന്വേഷിക്കുമ്പോൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ കെ എം എബ്രഹാമിനെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നത് കെ എം എബ്രഹാമിനെതിരെ ജോമോൻ പുത്തമ്പുരയ്ക്കൽ നൽകിയ ഒരു ഹർജി, ഒരു പരാതി. ഈ പരാതിയെ കുറിച്ച് കോടതി പറഞ്ഞത് CBI അന്വേഷിക്കണം. അതിന്റെ അർത്ഥം എന്താണ്? സംസ്ഥാന ഗവൺമെന്റിൽ കോടതിക്കും വിശ്വാസം ഇല്ലാന്നല്ലേ? കാരണം
വിജിലൻസ് ഈ കേസ് അന്വേഷിച്ചു. ഈ ഗവൺമെന്റ് കാലത്ത് വിജിലൻസ് അന്വേഷിച്ച ഏതെങ്കിലും കേസ് ക്ലീൻ ചിറ്റ് എന്ന പദത്തിലല്ലാതെ നമ്മൾ കേട്ടിട്ടുണ്ടോ? ADGPക്ക് ക്ലീൻ ചിറ്റ്, ഉന്നത സെക്രട്ടറിമാർക്ക് ക്ലീൻ ചിറ്റ്, ആർക്കും ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടുണ്ട് വിജിലൻസ്. അപ്പൊ വിജിലൻസ് അന്വേഷണം എന്ന് പറയുന്നത് ഇന്ന് ആർക്കും അതെല്ലാവർക്കും അറിയാം. വിജിലൻസ് അന്വേഷണത്തെ പറയുമ്പോഴേ ആളുകൾ ചിരിക്കാൻ തുടങ്ങും. കാരണം അങ്ങനെയായി, അതിന്റെ ഗതി അങ്ങനെയായി. അപ്പൊ കോടതി വിജിലൻസ് അന്വേഷണത്തെ നിരാകരിച്ചുകൊണ്ട് ഈ വിഷയം CBIക്ക് വിടുമ്പോൾ അതിന് പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. എന്താ പാർട്ടിക്ക് ഉത്തരവാദിത്വം എന്ന് പറയുന്നത്? കിഫ്ബി എന്ന് പറയുന്നത് അവർ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ്. കിഫ്ബിയെ കുറിച്ച് പ്രതിപക്ഷം ഒരുപാട് കാര്യങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ കിഫ്ബിയെ കുറിച്ച് ഒരുപാട് വിമർശനങ്ങളും കോടതിയിലെ ഇടപെടലും ഒക്കെ വരുമ്പോഴും അവർ ശക്തമായിട്ട് കിഫ്ബിക്കൊപ്പം നിൽക്കുന്നവരാണ്. ബജറ്റിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് ഗവൺമെന്റ് ആദ്യം ഉത്തരം പറയണം. മുഖ്യമന്ത്രി ഇതുവരെ മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് ഈ വിഷയത്തില്. അപ്പൊ KM എബ്രഹാം ഒറ്റയ്ക്ക് ഈ കേസ് നേരിടണം? അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടിയാണോ അദ്ദേഹം ഈ കേസ് ഈ പ്രശ്നത്തിൽ ഇടപെട്ടത്? അങ്ങനെയാണെങ്കിൽ KM എബ്രഹാം എന്ന വ്യക്തിയാണോ ഈ കേസിനെ നേരിടേണ്ടത്? അതൊരു ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നിയമിക്കപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്കാണോ? ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നിയമിക്കപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്കാണ് അദ്ദേഹം ഈ ആരോപണത്തെ നേരിടുന്നതെങ്കിൽ, അദ്ദേഹം കോടതി നടപടികളിലേക്ക് പോകുന്നതെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഗവൺമെന്റിനുണ്ട്. കാരണം ഇപ്പൊ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്ന സമയത്ത്, കോൺഗ്രസ് പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ട സമയത്ത്, പാർട്ടി പ്രവർത്തകർ അതിൽ ഉൾപ്പെട്ട ഒരു സന്ദർഭത്തിൽ അവർക്കെതിരെ കേസ് വാദിക്കാൻ ഗവൺമെന്റാണ് സുപ്രീം കോടതി വരെ പോയത്, ഒരുപാട് പണം ചെലവാക്കിയത്. ആ ഒരു ഘട്ടത്തില് ഈ വിഷയത്തിലും ഗവൺമെന്റ് ഇടപെടണ്ടേ? ഗവൺമെന്റ് ഇടപെട്ടില്ല. അതല്ല, വ്യക്തിപരമായിട്ട് നീങ്ങിക്കോ, അദ്ദേഹത്തിന്റെ കാര്യം അദ്ദേഹം നോക്കിക്കോ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം വിരമിച്ചതിന് ശേഷം നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. അമിക്കസ് ക്യൂറി ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് നിസ്സാരമായിട്ട് കാണാൻ പറ്റുമോ? ഇപ്പൊ നമ്മുടെ ശ്രീ രജീവ് ലൂക്കോസ് ആ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഭാഷയിൽ ചില വ്യത്യാസങ്ങളുണ്ട്. കാരണം അങ്ങനെ ന്യായീകരിക്കാൻ പറ്റില്ല ശ്രീമതി സ്മൃതി ആർക്കും. കാരണം അങ്ങനെ ന്യായീകരിക്കാൻ പറ്റാവുന്ന ഒരു വിഷയമാണെങ്കിൽ, അല്ല, അങ്ങനെ ന്യായീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സർക്കാരിന് കുഴപ്പമാണ്. കാരണം ഈ നിയമനം പോലും KM എബ്രഹാമിന് ഒരു അധികാരവുമില്ല എന്നാണ് പറയുന്നത്. ഒരു നിയമനവും നടത്താൻ അധികാരമില്ല, ഒരു ഉത്തരവിലും ഒപ്പിടാൻ അധികാരമില്ല എന്നാണ് പറയുന്നത്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഒരു പദവിയിലേക്ക് ഒരാളെ നിയമിക്കുമ്പോൾ ഗവൺമെന്റിന് ആരാണ് നിയമനം നടത്തുന്നത്? സാധാരണഗതിയിലെ മുൻ ഗവൺമെന്റിന്റെ കാലത്തൊക്കെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പാർട്ടിക്ക് തീരുമാനിക്കാം. പക്ഷെ ഒരു മുന്നണി ഗവൺമെന്റ് ആണെങ്കിൽ ആ മുന്നണി ഗവൺമെന്റ് കാര്യം തീരുമാനിക്കുമ്പോൾ അതിൽ ചർച്ച നടത്താറുണ്ട്, ഉദ്യോഗസ്ഥ പ്രമുഖരുമായിട്ടെങ്കിലും. കാരണം അല്ലാതെ നിയമിക്കാറില്ല. ഇതിപ്പോ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇത് വിരമിച്ച എത്ര പേർക്ക് ഇവർ പുനർനിയമനം നൽകി? ഏത് വിഭാഗത്തിലുണ്ട്? ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഒരുപാട് പേര് നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. പല ആവശ്യമില്ലാത്ത പദവികളിൽ എത്ര ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുത്ത് നിയമിച്ചിട്ടുണ്ട്. ഇത് പാർട്ടി നയമാണോ? മുന്നണി നയമല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ അറിയോ? CPI ചില ഘട്ടങ്ങളിൽ ഈ നിയമനത്തെ ഒന്നും അനുകൂലിച്ചിട്ടില്ലെന്ന് രഹസ്യമായിട്ട് അവർ പറയാറുണ്ട്, പരസ്യമായിട്ട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, രഹസ്യമായിട്ട് പറയാൻ വെച്ചാൽ ഞാൻ ഒരു ഉദാഹരണം പറയാം. അതായത് CPI പരസ്യമായിട്ട് പറഞ്ഞ വിഷയത്തിൽ പോലും അവരവരുടെ അവസരവാദം കാണിച്ചിട്ടുണ്ട്. അത് കേരള വിഷയത്തിൽ അവർ പറഞ്ഞു, ഞങ്ങൾക്കിതിന് ഇത് ഇടതുമുന്നണി നയമല്ല, പ്രകടന പത്രികയിൽ ഇല്ല, ഇടതുമുന്നണി ചർച്ച ചെയ്തിട്ടില്ല, CPMന്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞു. പക്ഷെ അത് അസംബ്ലിയിൽ ചർച്ച വന്നപ്പോഴേ സുപാൽ എന്ന MLA അതിന് നിയോഗിച്ചു CPI. അപ്പൊ അതത്രയുള്ള സ്മൃതി പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. പക്ഷേ ഞാൻ പറയുന്നത്, മുന്നണിക്കല്ലേ നാണക്കേട്? മുന്നണിക്ക് നാണക്കേട് ഉണ്ടാകുമ്പോ ഈ അവസാന വർഷത്തെ എത്ര കേസുകളാണ് ഈ ഗവൺമെന്റ് നേരിടുന്നത്? എല്ലാ അഴിമതി, എക്സാലോജി കേസ്, CMRL, ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ, CMRലുമായി ബന്ധപ്പെട്ട പുതിയ മൊഴിയൊക്കെ അറിയാമല്ലോ. ഇതിനൊക്കെ ആരാ ഉത്തരം പറയേണ്ടത്? മുഖ്യമന്ത്രിയുടെ ഓഫീസ്. അപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉത്തരം പറയുമ്പോൾ അതിൽ ഒരു ഭാഗം ന്യായീകരിക്കേണ്ടതും ഒരു ഭാഗം ന്യായീകരിക്കാൻ നിർബന്ധിതരാകുന്നത് പാർട്ടിയാണ്. ഈ പാർട്ടി വല്ലാത്തൊരു ഗതികേടിൽ എത്തിയിരിക്കുകയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ KM എബ്രഹാമിന്റെ വിഷയത്തിൽ ആദ്യ അഭിപ്രായം പറയേണ്ടത്, ആദ്യ രംഗത്ത് വരേണ്ടത് പാർട്ടിയല്ല, തോമസ് ഐസക് അല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്, മുഖ്യമന്ത്രിയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.